ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോവസ് ആംബേസി ട്രിപ്പിന്റെ പാർട്ട് 3 വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാർട്ട് 3 വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇത്തിരി വൈകിയെന്നറിയേ, വേറെ ഒന്നുമല്ല, ഇവിടെ ലുസാക്കയിൽ ക്ലൈമറ്റ് ഒക്കെ മാറിയിരിക്കുക. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, എന്നാലും ഉള്ള സൗണ്ടിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ദേ എല്ലാവരും രാവിലെ എണീറ്റ് പുഴയ്ക്കരികിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളും ദേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുഴയും നോക്കി ഇരിക്കുന്നുണ്ട്. ഇവിടെ എത്ര ഇരുന്നാലും മടുക്കുന്നില്ലേ? നല്ല രസമാണ്, നല്ല ഫീലാണ്. ഇനിയും വരണം ഇങ്ങോട്ട് എന്നും പറഞ്ഞിരിക്കുന്ന എപ്പോഴും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ നമ്മുടെ ബാഗൊക്കെ റെഡിയാക്കുക, ലഞ്ച് കഴിക്കുക, തിരിക്കുക, അങ്ങനെ പ്ലാന്. ഞങ്ങൾക്ക് ചേട്ടന്മാർക്കൊന്ന് ഫിഷിങ്ങിന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളെല്ലാം റെഡിയാക്കും, അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന്മാരെല്ലാവരും ഫിഷിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ബോട്ടൊക്കെ റെഡിയാക്കി ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ റെഡി ആയിരിക്കുക. അപ്പോൾ ഏട്ടൻ അതിൽ കയറിയിരുന്നു. അപ്പോൾ അതേ മോക്കും അതിൽ കയറിയിരിക്കണം പറഞ്ഞ് കരയുന്നുണ്ടപ്പോൾ ഏട്ടൻ വാവേനെയും കുറച്ചു നേരം അതിലിരുത്തി കളിപ്പിച്ചു. ചേട്ടന്മാരൊക്കെ വരുന്നല്ലേ ഉള്ളൂ. പാക്കറ്റ് ഇട്ടുണ്ടോ? വണ്ടി ലക്ഷ്മിയുടെ ആ പിന്നെ Ada apa?
എല്ലാം കയറാൻ റെഡിയായി നിൽക്കുക. നമ്മൾ ഇറങ്ങി കേറി വിടുന്നല്ലോ. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. ഞാൻ പിന്നെ വിചാരിച്ചു നമ്മളിന്ന് പോവല്ലേ, അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കൊടുന്ന് ഫിക്സ് ചെയ്ത ടെൻറ്റാണ്. അതിൻ്റെ അപ്പുറത്തെ റൂമും കൂടെ കണ്ടില്ലേ, അവിടെ ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്പേസ് താമസിക്കാണ്ടായിരുന്നു. ആരും റൂമിലൊന്നല്ല കിടന്നത്, അധികം പേരും ടെൻറ്റിലാണ് കിടന്നത്. നമ്മൾ പിള്ളേരൊക്കെ ഉള്ളവർ മാത്രമേ റൂമിൽ കിടന്നിട്ടുള്ളൂ. ഹലോ, ഹായ് എന്തു, ഹായ് എന്തു എന്താ കൂട്ടാ. ഉണ്ട് ഉറങ്ങുന്നേ. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും പോയി വന്നു, എല്ലാവരും റെഡിയായി. നമ്മളിത് ഇങ്ങനെ കോമൺ സ്പേസ് ഇല്ലേ, എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയ, അവിടെ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് കുറേ സംസാരിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, എല്ലാവരും റെഡിയായി. ഇനി ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പോവാം, അങ്ങനെ പ്ലാന്. അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ച കാണുമ്പോൾ ഒരു കൂട്ട ആനകളിങ്ങനെ അത് കൂടെ ക്രോസ് ചെയ്യാം, നല്ല രസം കാണാൻ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. കുറേ നല്ല മെമ്മറീസ്, നല്ല രസമായിരുന്നു മൊത്തത്തിൽ. ഫുഡിനും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, നമുക്കിഷ്ടമുള്ള രീതിയിലെല്ലാം വെച്ച് തന്നവർ. പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, അതൊരു വലിയ നല്ല കാര്യമായി. ഞങ്ങൾക്ക് ആ ഒരു ഷെഫിനെ കിട്ടിയത് കാരണം, അയാളെല്ലാം നല്ലപോലെ വെച്ചതെന്ന് കാരണം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ 3 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾക്കിത് ശരിക്കും പറഞ്ഞാൽ.
അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് വണ്ടികൾ കയറ്റാൻ തുടങ്ങി. ശരിക്കും പോകാൻ നേരത്തേക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ശരിക്കും ഇങ്ങനെ ഒരു ബ്രേക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ഈ തിരക്കുകളുടെ ഇടയിലൊരു 3 ദിവസം ഞങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത്. അപ്പം അങ്ങനെ എല്ലാം തിരിച്ച് വണ്ടിയിലൊക്കെ കയറ്റി നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ നമ്മൾ ലോസ് ആംബേസി വിട്ടുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ലുസാക്കയ്ക്ക് തിരിച്ചു പോവാണ്. സ്പീഡില് പോ. Thank you. Welcome. Safe journey. Thank you. നമ്മളിതിനുള്ളിൽ മേല് തലയൊക്കെ പുറത്തിടും. ഞങ്ങളങ്ങനെ രാത്രി 9 മണിയായപ്പോഴത്തേക്ക് ലുസാക്കയിലെത്തി. ഇടയ്ക്ക് വെച്ച് രണ്ടിടത്ത് നിർത്തി കുറച്ചു നേരം ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ. പിന്നെ അങ്ങനെ ഈ ഒരു ടൈമിൽ പോയി ഇനി വീട്ടിൽ പോയി കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുക അതത്ര ഈസി അല്ലല്ലോ. നമ്മളൊക്കെ ടയേർഡായിട്ട് അത്രയും ട്രാവൽ ചെയ്തിട്ട് വരുന്നത്. അപ്പം നമ്മൾ ലുസാക്കയിലെത്തിയതും ലുസാക്കയിലുള്ള ലിയോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി ഡിന്നർ കഴിച്ചിട്ട് പിരിയാന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ പോയി ഫുഡ് കഴിച്ചു. ഓരോരുത്തർ അവരവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലോവസ് ആംബേസി ട്രിപ്പിന്റെ വിശേഷങ്ങൾ. ഞാൻ ഇത്തിരി ലേറ്റ് ആയെന്ന് എനിക്കറിയാം. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയ പനിയൊക്കെ പിടിച്ച് തൊണ്ടയൊക്കെ സൗണ്ടൊക്കെ പോയി കിടക്കുകയായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. ഓരോ വോയിസിലും ഓരോ രീതിയിലും എൻ്റെ സൗണ്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയും വൈകിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വോയിസൊക്കെ കൊടുത്ത് ഈ വീഡിയോ ഇവിടെ ഇടുകയാണ്. കുറവുകളുണ്ടാവും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം ഇനി നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.